എറണാകുളം അങ്കമാലി സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പ് അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങി ഇ ഡി 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇ ഡിയുടെ പ്രാഥമിക വിലയിരുത്തൽ. വായ്പ നൽകിയിരിക്കുന്ന 96 കോടിയിലധികം രൂപ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കൾക്കും നൽകിയതാണ് എന്നുമാണ് കണ്ടെത്തൽ. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, എങ്ങനെയാണ് ഇത്രയധികം പണം ഈ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെയായി മാത്രം നൽകാൻ കഴിയുക? മറ്റാർക്കും അവിടെ നിന്ന് പണം നൽകുന്നില്ലായിരുന്നു എന്ന സ്ഥിതി തന്നെയാണോ ഉണ്ടായിരുന്നത്? അതാണോ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്? ഹർഷൻ, അതുതന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ആധാരത്തിൻ്റെ പുറത്ത് 2-3 വായ്പകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2008 മുതൽ കോൺഗ്രസിൻ്റെ ഭരണസമിതിയായിരുന്നു അങ്കമാലിയിൽ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എല്ലാവർക്കും തന്നെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു പ്രാഥമിക കണ്ടെത്തലുണ്ടായിരുന്നത്. അതിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോകുന്നത്. കാരണം ഈ 100 കോടിയിലധികം രൂപ തട്ടിപ്പ് നടന്നപ്പോൾ ഇതിൽ 96 കോടി രൂപയും വായ്പയായിട്ട് നൽകിയിട്ടുള്ളതാണ്. അതിൽ തന്നെ 36 കോടി രൂപയുടെ വായ്പ തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 96 കോടി രൂപയുടെ വായ്പ എടുത്ത സമയത്ത് സ്വാഭാവികമായും ഈ വായ്പ ഒരു ആധാരത്തിൽ തന്നെ 4-5 വായ്പകളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വലിയ തട്ടിപ്പാണ് ഈ കോൺഗ്രസ് ഭരണസമിതി അതിന് പുറത്ത് നടത്തിയിരിക്കുന്നത്. ഇതിൽ 6 പേരാണ് ആ പിടിയിലായിട്ടുള്ളത്. ആ 6 പേർക്കും ഇപ്പോൾ ജാമ്യവും ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യമെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഇ ഡിയുടെ ഈ അന്വേഷണം അത് സ്വാഭാവികമായും കരുവന്നൂരിലേക്കാണ് വലിയൊരു തട്ടിപ്പാണ് ഈ അങ്കമാലിയിൽ നടന്നിരിക്കുന്നത്. പക്ഷേ 2024 നടന്നിരിക്കുന്ന തട്ടിപ്പ് ഇതുവരെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ അക്കാര്യം കാര്യമായി തന്നെ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. 96 കോടി രൂപ തട്ടിപ്പ് നടന്നതിൽ അതിൽ തന്നെ ഈ പറയുന്ന ഭരണസമിതിയുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹത്തെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത്. അദ്ദേഹം അങ്കമാലിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഏതായാലും ഇതിന് പിറകിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ഹർഷൻ, റൈറ്റ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.